നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 26/5/2025 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS 4 കിലോ 197 രൂപ 50 പൈസ, RSS 5 കിലോ 194 രൂപ 50 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 197 രൂപ 50 പൈസയും, RSS 5 കിലോ 194 രൂപ 50 പൈസയുമാണ്. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 190, ലോട്ട് കിലോ 178 മുതൽ 183 രൂപയാണ്. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 130, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 197 രൂപ 50 പൈസയുമാണ്. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ RSS 4 കിലോ 189 രൂപ 50 പൈസയും, RSS 5 കിലോ 186 രൂപ 50 പൈസയും, ISNL 171 രൂപ 50 പൈസ മുതൽ 172 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ഇന്ന് ആരും ടാപ്പ് ചെയ്യാൻ ഇറങ്ങിയില്ല. കർഷകരും തൊഴിലാളികളും നിരാശയിലാണ്. ഇന്ന് മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുമോ എന്നുള്ള നിരാശയിലാണ്. കവറിട്ട മരങ്ങൾ പോലും വെട്ടാനും സാധിക്കത്തില്ല. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ കൊപ്ര 193, തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, വെളിച്ചെണ്ണ ലിറ്ററിന് 360, കൊക്കോ 340, കശുവണ്ടി 116, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420 രൂപയാണ്. കാഞ്ഞിരക്കുരു 1850, ജാതിക്ക തൊണ്ടോടുകൂടി 200 മുതൽ 230 രൂപയാണ്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 8990, ഒരു പവൻ 71,920. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9808, ഒരു പവൻ 78,464 രൂപയാണ്. കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് കർഷകർക്ക് വളരെ നിരാശയാണ്. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 674, പുതിയത് കിലോ കുരുമുളക് 664, കുരുമുളക് ഗാർബിൾഡ് കിലോ 694. കേരളത്തിൽ കാലവർഷം എത്തിയ സ്ഥിതിക്ക് നേരത്തെയാണ് ഈ വർഷം എത്തിയിരിക്കുന്നത്. ഡെങ്കിപ്പനികളും എലിപ്പനികളും മറ്റും കൊതുക് പരത്തുന്ന രോഗങ്ങളും വരാതിരിക്കാൻ കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുക, ചിരട്ട, തൊണ്ട്, അങ്ങനെ പ്ലാസ്റ്റിക് വസ്തുക്കളെല്ലാം വളരെ ഭദ്രമായി സൂക്ഷിക്കുക. വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കാൻ നോക്കുക. ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഇറങ്ങുമ്പോൾ എലിപ്പനി അങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഈ ജലത്തിലൂടെ പടരുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. അത് പെട്ടെന്ന് കരളിനെ പിടിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി.